ആദ്യ തവണ ഗെയിം കളിച്ചപ്പോൾ തന്നെ ചീറ്റ് ചെയ്ത് തോൽപ്പിച്ച ജനറൽ ഷിന്നിനോട് പ്രതികാരം ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ രണ്ടാമതും ശൂഷു ഗെയിം കളിക്കാൻ നിൽക്കുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. ഇത്തവണ ജയിച്ച അടങ്ങത്തുള്ളൂ എന്ന വാശിയിലാണ് അവള്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ക്യാരക്ടറിനെ കുറിച്ചുള്ള സൂചനകളൊക്കെ അവൾ നന്നായി വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് അന്ന എന്നാണ്. അവളൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ്. ജനറൽ ഷിന്നിനെ മേയർ ആവാൻ സഹായിക്കുക എന്നതാണ് അവളുടെ ഇപ്പോഴത്തെ മിഷൻ. മാത്രമല്ല അവന്റെ വിശ്വാസം പിടിച്ചുപറ്റി അവനെ കൊണ്ട് ഒരു ഡോക്യുമെന്റിൽ അവൾ സൈൻ ചെയ്യിപ്പിക്കണം. പുറമെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൾക്കൊരു സീക്രറ്റ് ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ പോലീസ് ചീഫ് അവളെ ഒന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും അയാളുടെ ആളാണ്, ജനറൽ ഷിന്നിന്റെ ആളാണ് എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്തു നിന്നിട്ട് അവനെ ചീറ്റ് ചെയ്ത് ശരിക്കും പോലീസ് ചീഫിനെ നേരാവാൻ ഹെൽപ്പ് ചെയ്യുകയാണ് അവളുടെ ശരിക്കുള്ള മിഷൻ. അതുകൊണ്ട് തന്നെ ഈ അന്ന എന്ന ക്യാരക്ടർ ശൂശുവിന് ശരിക്കും ഇഷ്ടപ്പെടുന്നു. കാരണം ജനറൽ ഷിന്നിനോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അവൾ ഈ ഗെയിം ഇപ്പോൾ കളിക്കാനായി വന്നിരിക്കുന്നത് തന്നെ. ഈ ക്യാരക്ടറിലൂടെ ഉറപ്പായും അത് സാധിക്കുമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ സന്തോഷത്തോടെയാണ് അവൾ ഗെയിം കളിക്കാനായി ചെന്നത്. ഗെയിം സിറ്റിക്കുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൾ ആദ്യം തന്നെ ആ ചീഫിനെ പോയി കാണുന്നു. മുമ്പ് അവളെ രക്ഷപ്പെടുത്തിയ സമയത്ത് ചീഫ് അവൾക്ക് നൽകിയ ഒരു ടോക്കൺ ഉണ്ടായിരുന്നു. അത് കാണിക്കുമ്പോൾ അവളെ അദ്ദേഹത്തിന് ഓർമ്മ വരുമെന്നായിരുന്നു അവൾക്ക് കിട്ടിയ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ആ ടോക്കൺ അവൾ അയാളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അത് അന്നയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ ടോക്കൺ കയ്യിൽ വാങ്ങിയിട്ട് ചീഫ് അവളോട് വളരെ ഇന്റിമേറ്റ് ആണെന്നുള്ള രീതിയിൽ അവളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നു. പക്ഷെ ശൂശുവിന് അങ്ങോട്ട് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല ഇതൊന്നും. ആ ക്യാരക്ടറിനെ അവൾക്ക് അങ്ങോട്ട് തീരെ പിടിച്ചിട്ടേ ഇല്ല. പോരാത്തതിന് അവനാണെങ്കിൽ കുറെ ബോറും ഡയലോഗും അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് ജനറൽ ഷിന്നിനെതിരായിട്ടുള്ള ആ തെളിവെവിടെ അത് തനിക്ക് തരാൻ അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അയാൾ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ചെറിയ മെഡൽ എടുത്ത് അവൾക്ക് നൽകുന്നു. അവന്റെ ഗൺ കൂടി അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവൻ അതും നൽകേണ്ടി വരുന്നു. അതും പോരാഞ്ഞിട്ട് കുറച്ച് പണം നൽകാനും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോ കൊള്ളയടിക്കുന്നത് പോലെ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീഫ് അത് അവൾക്ക് നൽകിയത്. ജനറൽ ഷിങ് എങ്ങാനും ഇക്കാരം കണ്ടുപിടിച്ചാൽ തന്നെ ഇതിലൊന്നും ഉൾപ്പെടുത്തിയേക്കെതെന്നും കൂടി അയാൾ അവളോട് പറയുന്നുണ്ട്. അതൊക്കെ സംബന്ധിച്ച് അവൾ പണം വാങ്ങി അവിടെ നിന്ന് പോകുകയാണ്. ജനറൽ ഷിന്നിന്റെ ഓഫീസ് റൂമിൽ ആ മെഡൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അവനെ കൊടുക്കാനായിരുന്നു അവളുടെ പ്ലാന്. അങ്ങനെ അവൾ അവന്റെ ഓഫീസിലെത്തുന്നു. പക്ഷെ വാതിൽ തുറന്നപ്പോൾ അകത്ത് നിന്ന് ആരോ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. പിന്നീടാണ് അവൾക്ക് മുന്നേ അവിടെ എത്തിയിരിക്കുന്ന കള്ളന്മാരാണതെന്ന് അവൾ മനസ്സിലാക്കുന്നത്. ആ മുറിയൊക്കെ അവർ എന്തോ തിരഞ്ഞത് കാരണം ആകെ അലങ്കോലമായി കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്തോ മോഷ്ടിക്കാൻ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായത്. പക്ഷെ അവരത് സമ്മതിച്ചു കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജനറൽ ഷിന്നിന്റെ ആൾക്കാരാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരാളുടെ ഫോൺ പെട്ടെന്ന് റിംഗ് ചെയ്യുന്നു. അയാൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ജനറൽ ഷിൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മറ്റാരോ അവർക്ക് സൂചന നൽകിയതാണ്. ഈ ഗെയിമിൽ ഇങ്ങനെ ഫോണൊക്കെ അലൗഡ് ആണോ എന്ന് ശൂശു അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ഗെയിമല്ലേ, കാര്യങ്ങളൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആകുന്നുണ്ട്. ശൂശു ആ മെഡൽ അവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാമെന്ന് കരുതി പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ പുറത്തിറങ്ങിയപ്പോഴാണ് നേരത്തെ രക്ഷപ്പെട്ടു പോയവർ തിരികെ ആ വഴിക്ക് തന്നെ ഓടി വന്നത്. അവരുടെ പിന്നാലെ 2 ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. രക്ഷപ്പെടാനായി ശൂശുവിനെ തള്ളി നിലത്തേക്ക് ഇട്ടിട്ടാണ് അവർ താഴേക്ക് ഇറങ്ങിപ്പോയത്. ഓഫീസേഴ്സും അവളെ മൈൻഡ് ചെയ്യാതെ അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. ഈ സമയത്താണ് ജനറൽ ഷിന്ന് അങ്ങോട്ട് വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി കൈ നീട്ടിയത്. ശത്രുവാണെങ്കിലും അവന്റെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽക്കുന്നുണ്ട്. ഇങ്ങനെ ഓഫീസ് റൂം ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ തുറന്നിട്ടിട്ട് പോയതിന് അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഒരു കാലിലെ ചെരുപ്പ് ഊരി ദൂരത്തേക്ക് വീണിരുന്നു. അവനതെടുത്ത് അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ തനിയെ ഇട്ടോളാമെന്ന് അവൾ പറയുന്നുണ്ട്. അല്ലെങ്കിലും എനിക്കിട്ട് തരാൻ ഒരു ഉദ്ദേശവുമില്ലെന്ന് പറഞ്ഞ് അത് അവൻ അവളുടെ മുന്നിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നു. ചമ്മലോടെയാണെങ്കിലും അവളത് കാലിലേക്ക് വലിച്ചിടുന്നുണ്ട്. അപ്പോഴേക്കും നേരത്തെ ആ കള്ളന്മാരുടെ പുറകെ ഓടിപ്പോയ ഓഫീസേഴ്സ് തിരികെ എത്തുവാണ്. തന്റെ ഓഫീസിനുള്ളിൽ കയറി അവിടെ നിന്ന് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ജനറൽ ഷിൻ അവർക്ക് ഓർഡർ നൽകുന്നു. അവനിപ്പോൾ തന്നെ ശൂശുവിനെ സംശയമുണ്ടെന്നാണ് അർത്ഥം. എന്തായാലും ആ ഓഫീസേഴ്സ് അകത്ത് പോയി ചെക്ക് ചെയ്ത് വന്നിട്ട് ഒരു ഡോക്യുമെന്റ് മിസ്സായിട്ടുണ്ട്, അല്ലാതെ പുതിയതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ അറിയിക്കുന്നു. ശൂശു നേരത്തെ ആ മെഡൽ അതിനുള്ളിൽ വെക്കാനെടുത്തെങ്കിലും ആ റൂം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് കാരണം അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവന് ശ്രദ്ധ എല്ലായിടത്തും എത്താൻ സാധ്യതയുണ്ട്. പുതിയതായി ഒരു സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അവന് പെട്ടെന്ന് അറിയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതിന് ആ സമയത്ത് അവൾ അത് അവിടെ വെക്കാതെ തിരികെ ബാഗിൽ തന്നെ വെക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. ഇങ്ങനെ അവളെ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ജനറൽ ഷിന്നിന് തൽക്കാലം അവളെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഫയൽ കള്ളന്മാരെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടും അവർക്ക് പിന്നാലെ പോകാതെ ഇവനിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എന്താണെന്ന് ഹൂഷി ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ പ്രധാനപ്പെട്ടതൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല എന്ന് അവൻ
പറയുന്നു. അവൾ എന്തിനാണ് വന്നതെന്നും അന്വേഷിക്കുന്നുണ്ട്. അവൾ തന്റെ ബാഗിലുണ്ടായിരുന്ന ആ ഡോക്യുമെന്റ് എടുത്ത് അവനെ കാണിച്ചിട്ട് അവനുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് ആണിത്, അത് സൈൻ ചെയ്യുകയാണെങ്കിൽ അവന് എന്താണ് ഗുണം എന്നുള്ള കാര്യം പറയാൻ അവൾ മറന്നുപോകുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പെടുത്ത് അവൾ അത് വായിച്ചു നോക്കിയിട്ട് അതേപോലെ പറയുന്നുണ്ട്. ശൂശു ഒന്നും മൈൻഡ് ചെയ്യാതെ അവന് തന്റെ ഭാഗത്തേക്ക് ചേരുകയാണെങ്കിൽ മേയർ അവനെ സഹായിക്കാമെന്ന് അവൾ വാക്കു കൊടുക്കുന്നു. പക്ഷെ അവൻ അങ്ങനെയൊന്നും അവളെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ നിന്നെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ നിന്റെ ആത്മാർത്ഥത എന്റെ മുന്നിൽ തെളിയിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. എന്ത് ആത്മാർത്ഥതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം അവൾക്ക് മനസ്സിലാകുന്നില്ല. ഫോർമുലയുടെ കാര്യമായിരിക്കുമോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഗെയിമിൽ കയറിയ സമയത്ത് അവൾക്ക് ആ ഫോർമുല എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് അറിയാമല്ലോ. അവളിൽ നിന്ന് ഇപ്പോഴും അത് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് അവന്റെ പ്രതീക്ഷ. അവൾ അതറിയാതെ വീട്ടിലിരുന്നപ്പോൾ അവൻ അവളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നുണ്ട്. ശൂശു പെട്ടെന്ന് അവനെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അവൻ ആവശ്യപ്പെടുന്ന കാര്യം നൽകാൻ തയ്യാറാണ്. അന്ന് രാത്രി 10 മണിക്ക് ഡാൻസിംഗ് ക്ലബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവൾ നേരെ പോയത് കഴിഞ്ഞ തവണ തനിക്ക് കിട്ടിയ ക്യാരക്ടർ സെയിം പോലെ തന്നെയാണോ ഇപ്പോഴും ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാനായിരുന്നു. അങ്ങനെ ഒരിടത്ത് മറിഞ്ഞു നിന്ന് അവൾ തന്റെ പഴയ ക്യാരക്ടറിനെ വാച്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഗെയിമിൽ നടന്നതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് ആ ഫോർമുല ഒരാൾ അവളുടെ ഫസ്റ്റ് ക്യാരക്ടറിന് കൊണ്ടുകൊടുക്കുന്നതാണല്ലോ. അത് നടക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ആ പോസ്റ്റ്മാനെ തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടിയിട്ട് ആ കത്ത് തട്ടിയെടുക്കുന്നു. അവൾ പറഞ്ഞ ആ സമയത്ത് തന്നെ ജനറൽ ഷിന്നി ആ ക്ലബ്ബിലെത്തുന്നുണ്ട്. അവൻ വരുമ്പോൾ കഴിഞ്ഞ ഗെയിമിൽ അവൾ അവന്റെ മുന്നിലിരുന്ന് കുറച്ച് സ്വീറ്റ്സ് കഴിച്ചിരുന്നല്ലോ. ആ സ്വീറ്റ്സ് അവൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അവന്റെ നോട്ടം കണ്ട് അവൾ അതിൽ നിന്ന് ഒരെണ്ണം അവനെ നീറ്റുന്നുണ്ടെങ്കിലും അവൻ വാങ്ങുന്നില്ല. അതോടെ അവളെ ഒന്ന് മാറ്റിവെച്ചിട്ട് ബാഗിലുണ്ടായിരുന്ന ആ ഫോർമുലയും അതേപോലെ തന്നെ ആ ഡോക്യുമെന്റും അവന്റെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നു. പക്ഷെ ഫോർമുല കൊടുക്കാൻ അവൾ തയ്യാറാകുന്നില്ല. അത് നൽകണമെങ്കിൽ ഡോക്യുമെന്റ് സൈൻ ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു വാക്കും ഞാൻ തന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ആരോടും ഒന്നും വിലപേശാനും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ സൈൻ ചെയ്യില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ ഫോർമുല തരില്ല എന്ന് പറഞ്ഞ് അവളും അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവൾ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അത് അവിടെ മേശപ്പുറത്ത് വെക്കാൻ ആവശ്യപ്പെടുന്നു. അവൾ കരുതിയത് അവന് ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ തയ്യാറാണ് എന്നാണ്. അങ്ങനെ അവൾ അതെടുത്ത് അവിടെ വെക്കുന്നു. അതിനുശേഷം ഡീൽ ഉറപ്പിച്ചു എന്ന രീതിയിൽ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ ഓഫീസേഴ്സ് അവൻ ഓർഡർ നൽകിയതിനനുസരിച്ച് വന്ന് അവളെ പിടികൂടുന്നു. ഇത് ചീറ്റിംഗ് ആണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പ്രത്യേകിച്ചൊന്നും പ്രോമിസ് ചെയ്തു തന്നില്ലല്ലോ, നീയല്ല ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നീ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഫോർമുല ശരിക്കുള്ളതായിരിക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൾ ആ മേശപ്പുറത്ത് വെച്ച കവറെടുത്ത് അവന് പരിശോധിക്കുന്നു. അതിൽ ശരിക്കും അവനെ കൊടുക്കാനുള്ള ഒരു മെഡലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പക അത് വീട്ടാനുള്ളതാണ് എന്നൊരു ഡയലോഗും അവനത് താഴെ ഇട്ടിട്ട് അപ്പോൾ തന്നെ അവളെ വെടിവെച്ച് കൊല്ലാനായി തോക്കെടുക്കുന്നു. പക്ഷെ ശൂശു പെട്ടെന്ന് ആ തോക്കിൽ കയറി പിടിച്ചിട്ട് അവന്റെ കയ്യിൽ അത് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. അവളിങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവൻ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ സ്തംഭിച്ചു നിൽക്കുവാണ്. അവൻ ചമ്പലോടെ പതുക്കെ തോക്ക് അവന്റെ കയ്യിൽ തന്നെ തിരികെ പിടിപ്പിച്ചിട്ട് എന്നെ കൊല്ലരുത്, ഇപ്പോൾ എന്നെ കൊന്നാൽ നിനക്ക് തന്നെയാണ് നഷ്ടം. ആ ഫോർമുല എവിടെയാണെന്ന് ഇപ്പോൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാനത് നിനക്ക് നൽകാമെന്ന് അവൾ പറയുന്നു. അവൾക്കൊരു ചാൻസ് കൂടി കൊടുക്കാൻ അവൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ രാത്രി 11 മണിക്ക് വേറൊരു കാസിനോയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവൻ തൽക്കാലം അവളെ കൊല്ലാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ പറഞ്ഞ സമയത്ത് തന്നെ അവൾ കസിനോയുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിലും കുറെ സമയം അവനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ എന്ന് കരുതി അവൾ അതിനകത്തേക്ക് കയറുന്നില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ കാത്തിരുന്ന് അവന് ഭ്രാന്ത് പിടിച്ചിട്ട് വലം കാണിച്ചാലോ എന്ന് പേടിച്ച് അവൾ അകത്തേക്ക് തന്നെ കയറാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മറ്റേ മിനിസ്റ്റർ വന്ന് അവളുടെ പിറകിലൂടെ അവളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. ആ ഫോർമുല അവളുടെ കയ്യിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് അത് തട്ടിയെടുക്കാനാണ് അയാളും വന്നിരിക്കുന്നത്. അങ്ങനെ അയാൾക്കൊപ്പം അവൾക്ക് പോകേണ്ടി വരുന്നു. അയാൾ അവളെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തടവിലാക്കുന്നുണ്ട്. ആ ഫോർമുല നൽകാൻ കുറെ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എങ്കിൽ പിന്നെ നിന്നെ ഞാൻ കൊന്നുകളയാമെന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുന്നു. ജനറൽ ഷിൻ ഈ സമയമെല്ലാം അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പറഞ്ഞ സമയം ഒരുപാട് കഴിഞ്ഞിട്ടും അവളെ കാണാത്തത് കൊണ്ട് അവൻ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴാണ് നേരത്തെ അവൾ ആ ഇഷ്ടത്തോടെ കഴിച്ചുകൊണ്ടിരുന്ന സ്വീറ്റ്സിൽ ഒരെണ്ണം അവിടെ നിലത്ത് കിടക്കുന്നത് അവൻ കണ്ടത്. അതോടെ അവൾ അവിടെ വന്നിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. ചുറ്റും ചെക്ക് ചെയ്തപ്പോൾ ആ സ്വീറ്റ്സ് അവന് ഡയറക്ഷൻ നൽകാൻ ഇട്ടിരിക്കുന്നത് പോലെ ഒരു വഴിയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുപോയിരിക്കുന്നത് അവൻ കാണുന്നു. ഇത്തവണയും ഗെയിമിൽ ജയിക്കാൻ പറ്റില്ല എന്ന് കരുതി ശൂശു ഈ സമയം ആകെ നിരാശയായി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ജനറൽ ഷിൻ അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നത്. അവൾ ആ വഴിയിൽ ഇട്ടിട്ട് പോന്നിരുന്ന സീറ്റ്സ് ഫോളോ ചെയ്താണ് അവൻ അവിടെ വരെ എത്തിയത്. അവൻ ശരിക്കും തന്നെ കണ്ടെത്തിയത് അവളെ ചെറുതായിട്ടൊന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ ഫോർമുല ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾക്ക് എഴുന്നേൽക്കാനായിട്ട് അവൻ കൈ നീട്ടിയത്. അവന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റ ശേഷം അതെപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് അവൾ പുഞ്ചിരിയോടെ അറിയിക്കുന്നു. അവളെ രക്ഷപ്പെടുത്തി സേഫ് ആയ ഒരു സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ആ സ്വീറ്റ്സ് അങ്ങനെ വഴിയിൽ ഇട്ടിട്ട് പോയത്? അത് കാണുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് നീ കരുതിയോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യുമെന്ന് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇവിടെ വന്നിരുന്നു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താമല്ലോ. നിനക്ക് തന്ന പ്രോമിസ് പാലിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും എണ്ണം ഇങ്ങനെ നിരത്തി പിടിച്ചിട്ടുണ്ട്, ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൾ കൂടുതൽ തർക്കിക്കുന്നില്ല. അവൾക്ക് ശരിക്കും തന്നോട് ആത്മകഥ ഉണ്ടെങ്കിൽ ആ ഫോർമുല തനിക്ക് നൽകാൻ അവൻ ആവശ്യപ്പെടുന്നു. അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി നേരിട്ട് അവനെ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. അവനും ഫോളോ ചെയ്യുന്നുണ്ട്. അവൾക്ക് ആ ലെറ്റർ കിട്ടിയ പോസ്റ്റ് ഓഫീസിനടുത്ത് തന്നെ ഒരു ബോക്സിനടിയിലായി അവൾ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി അവളത് അവന്റെ അടുത്ത് നൽകുന്നു. എന്നിട്ട് അവർ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ആ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ കുറച്ച് ഓഫീസേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ജനറൽ ഷിന്നിനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. എന്റെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവന് പോക്കറ്റിൽ നിന്ന് അവൾ നൽകിയ ആ കവർ പുറത്തേക്ക് കിടക്കുന്നു. പക്ഷെ അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മെഡൽ താഴെ വീണു. അതോടെ അവനെതിരായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെ അവൻ ഇപ്പോൾ ട്രാപ്പിലായിരിക്കുന്നു. ശൂഷു തന്റെ റിവെഞ്ച് നേടാൻ സാധിച്ചതിന്റെ സന്തോഷത്തോടെ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ അവൾ നേരത്തെ തന്നെ ഈ മിനിസ്റ്ററുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളെ കൊല്ലാൻ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അയാളുമായി ജനറൽ ഷിന്നിനെ പരാജയപ്പെടുത്താനുള്ള വഴിയുണ്ട്, സഹകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഡീൽ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഡ്രാമ അവിടെ നടന്നതും ഷിൻ ട്രാപ്പിലായതും. ഇങ്ങനെ ഒരു തിരിച്ചടി ഷിൻ തീരെ പ്രതീക്ഷിച്ചതല്ല. അവളെ കൈയടിച്ച് അഭിനന്ദിക്കാതിരിക്കാൻ അവന് കഴിയുന്നില്ല. അവസാനം ഈ ഗെയിമിൽ ജീവിക്കാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. തൽക്കാലം ജയിച്ചെങ്കിലും അവസാനം ഈ ഗെയിമിൽ വിന്നാകാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നതെന്ന്, നീ നേരിട്ട് കണ്ടോളാൻ പറഞ്ഞ് അവൻ ചെറുതായിട്ട് അവളെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. കാണികൾക്കിടയിൽ നിന്ന് ആരാണ് മേയറാവാൻ പോകുന്നത് നീ ശരിക്കും കണ്ടോളാൻ പറഞ്ഞ് അവളും തിരിച്ചു വെല്ലുവിളിക്കുന്നു. ആ ഓഫീസേഴ്സിന്റെ കൂടെ തൽക്കാലം അവന് പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവൻ തൽക്കാലത്തേക്കാണെങ്കിലും അറസ്റ്റിലായിരിക്കുന്നു. ശൂശുവിന് സന്തോഷമായെന്ന് പറയാനുണ്ടല്ലോ. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ സപ്പോർട്ട് ചെയ്ത ചീഫ് തന്നെയാണ് ഇത്തവണയും മേയറായത്. പക്ഷെ ആ വിജയം കാണാനായി കാണികൾക്കിടയിൽ അവൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ജനറൽ ഷിൻ ഉണ്ടായിരുന്നില്ല. അതവളെ ശരിക്കും നിരാശയാക്കുന്നുണ്ട്. അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഇത്ര കഷ്ടപ്പെട്ട് ജയിച്ചത്. അപ്പോൾ ആ ജയം കാണാൻ അവനില്ലെങ്കിൽ പിന്നെ എന്താണ് അവന്റെ സുഖം. ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൾ നല്ല ഉത്സാഹത്തിലായിരുന്നു. അങ്ങനെ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് വേറെ 2 പ്ലേയേഴ്സിനായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട എംബസി ഏതാണെന്ന് എഴുതിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡയലോഗൊക്കെ വേണമെങ്കിൽ എഴുതി അവിടെ ഒട്ടിക്കാമെന്ന് പറയുന്നത് അവൾ കേട്ടത്. ലവും സപ്പോർട്ട് മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവൾ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു. നെഗറ്റീവ് കമന്റ്സ് എഴുതുന്നത് മോശമല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരു പേപ്പർ പിടിച്ചു വാങ്ങിയിട്ട് അതിൽ നെഗറ്റീവായിട്ട് തന്നെ കമന്റ് എഴുതുന്നു. എന്നിട്ട് അതുകൊണ്ടുപോയി ജനറൽ ഷിന്നിന്റെ മുഖത്ത് തന്നെ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. കുറുക്കന്മാർക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് അവൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ബോസിന്റെ കോൾ അവൾക്ക് വരുന്നത്. ജോലിക്ക് പോയിട്ട് കുറെ കാലമായല്ലോ, അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ അവൾ ജോലിക്ക് പോയി തുടങ്ങുന്നു. ശരിക്കും അവൾക്ക് പോകേണ്ടി വന്നതാണ്. അവളുടെ ബോസ് അവളുടെ ലീവ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അവൾക്ക് തിരികെ കയറേണ്ടി വന്നത്. അയാൾ പുതുതായിട്ട് ഒരു പെറ്റ് ഡോഗിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അയാൾക്ക് ഒരാൾ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്ര ധൃതി പിടിച്ച് അവളെ തിരികെ വരുത്തിയിരിക്കുന്നത്. ശൂശുവിന് ഇത് കേട്ടപ്പോൾ നല്ല കലിയായിരുന്നു വന്നത്. ആ ഡോഗിനെ അതിന്റെ സലൂണിൽ കൊണ്ടുപോകുന്ന കാര്യമൊക്കെയാണ് അയാൾ അവളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കിടെക്റ്റിന്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ശരിക്കും അവിടെ ബയോഡാറ്റ നൽകിയത്. പക്ഷെ ആ സമയത്ത് അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ല. തൽക്കാലത്തേക്ക് ഇയാളുടെ അസിസ്റ്റന്റായിട്ട് ജോലിക്ക് കയറിയ ശേഷം പിന്നീട് അവളെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നായിരുന്നു അന്ന് അയാൾ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നത്. പക്ഷെ 3 വർഷമായിട്ടും അയാൾ ഇതുവരെ അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇനിയെങ്കിലും തനിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫർ നൽകാൻ തയ്യാറാണോ എന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്ത സ്ഥിതിക്ക് ഇതിൽ തന്നെ തുടർന്നാൽ പോരെ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൾ അതിൽ നിൽക്കില്ല എന്ന് തോന്നിയപ്പോൾ അധികം വൈകാതെ ട്രാൻസ്ഫർ നൽകാമെന്ന് പറയുന്നു. പക്ഷെ അത് അത്ര ഉറപ്പുള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഒന്നും മിണ്ടാതെ അവൾ ആദ്യം പുറത്തേക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ഗെയിമിനുള്ളിൽ വെച്ച് അവളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ജനറൽ ഷിൻ പറഞ്ഞ ഒരു ഡയലോഗ് അവൾക്ക് ഓർമ്മ വന്നത്. അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് അവൾ തിരിഞ്ഞു ചെന്ന ബോസിനോട് താൻ ഈ ജോലി റിസൈൻ ചെയ്യുകയാണെന്ന് പറയുന്നു. അയാൾ ഈ സമയത്ത് കോഫി കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അയാൾക്കിട്ട് പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ കോഫി മെഷീനിൽ കഴിഞ്ഞ മാസം കുറെ പാറ്റകൾ ചത്ത് കിടപ്പുണ്ടായിരുന്നു. കുറെ ജോലിക്കാർ എല്ലാവരും കൂടിയാണ് അത് ക്ലീൻ ചെയ്തത് എന്നൊക്കെ അറിയുന്നു. അയാൾക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അയാൾ വേഗം ബാത്റൂമിലേക്ക് ഓടുന്നു. സത്യത്തിൽ അതിൽ പാറ്റയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് പോരാമെന്ന് കരുതി അവൾ അങ്ങനെ പറഞ്ഞതാണ്. ജോലി റിസൈൻ ചെയ്തെങ്കിലും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവൾ നേരെ പോയത് സാവോയുടെ കഫേയിലേക്കാണ്. അവൾ ഇങ്ങനെ പെട്ടെന്ന് ജോലി രാജിവെച്ചത് ശരിയായ ഒരു ബാക്കപ്പ് പ്ലാൻ പോലും അവളുടെ കയ്യിലില്ലല്ലോ. മറ്റൊരു ജോലി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ സാവോ പറയുന്നുണ്ട്. പക്ഷെ ഇഷ്ടമില്ലാത്ത ഈ ജോലിയുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് അത് ഉപേക്ഷിച്ച് തന്റെ ശരിയായ സ്വപ്നം ഫോളോ ചെയ്യുന്നതാണ് നല്ലതെന്ന് ശൂശു പറയുന്നു. ഇനി ആർക്കിടെക്റ്റ് ആവണം എന്നുള്ള അവളുടെ ആഗ്രഹം നടത്തിയെടുക്കാനുള്ള ശ്രമം അവൾ തുടങ്ങാൻ പോവുകയാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാവോ അവളെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ആ മിസ്റ്ററി ഗെയിം 1/2 മണിക്കൂറിനുള്ളിൽ തുടങ്ങുമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവൾക്ക് വന്നത്. അതോടെ ഒരിക്കൽ കൂടി അത് കളിക്കാനായിട്ട് അവൾ പോകാൻ തുടങ്ങുവാണ്. ആദ്യം ഗെയിം കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ ഇവളിങ്ങനെ വീണ്ടും വീണ്ടും അത് കളിക്കാൻ പോകുന്നത് സാവോയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്.
മുമ്പത്തെ കളിയിൽ ജയിച്ചെങ്കിലും ആ സമയത്ത് ജനറൽ ഷിൻ അവളുടെ ജയം കാണാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അവൾക്ക് വീണ്ടും കളിക്കണമെന്ന വാശി വന്നത്. അങ്ങനെ അന്നും അവൾ ആ ഗെയിം കളിക്കാനായി പോകുന്നു. അന്നയുടെ കോസ്റ്റ്യൂം അവിടെ ഇരിക്കുന്നത് കണ്ട് അത് തന്നെയാണ് അവൾ ചൂസ് ചെയ്തത്. ജനറൽ ഷിന്നിനെ മീറ്റ് ചെയ്യാനുള്ള ആകാംക്ഷയോടെയാണ് അവൾ ഗെയിം സെറ്റിക്ക് മുന്നിൽ എത്തിയത്. പക്ഷെ അവൾക്ക് നിരാശ ആവേണ്ടി വരുന്നുണ്ട്. അന്ന് ജനറൽ ഷിന്നായി വന്നത് മറ്റൊരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഗെയിം കളിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ജനറൽ ഷിന്നുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഈ ജനറലിനെ അവൾക്ക് തീരെ ഇഷ്ടമാകുന്നില്ല. ഒന്നിനും കൊള്ളാത്ത ഒരു ടൈപ്പായിട്ടാണ് അവൾക്ക് അയാൾ ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാളെ പെട്ടെന്ന് പറ്റിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. അയാളുമായി സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവൾ നൈസായിട്ട് മെഡൽ അയാളുടെ പോക്കറ്റിലിടുന്നു. അവനാണെങ്കിൽ അതറിഞ്ഞിട്ട് പോലുമില്ല. അധികം വൈകാതെ പോലീസുകാർ അവനെ പിടികൂടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇത്തവണ അവൾ കാര്യമായിട്ട് ഗെയിമൊന്നും കളിക്കാൻ നിൽക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള ആ സ്വീറ്റ്സ് ഇഷ്ടം പോലെ വാങ്ങി കഴിച്ചുകൊണ്ടാണ് സമയം ചെലവഴിച്ചത്. ഗെയിം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം മുമ്പ് കണ്ട ആ ഹെൽപ്പറുടെ അടുത്ത് നിന്ന് ഇന്ന് ജനറൽ ഷിൻ മാറിയത് എന്തുകൊണ്ടാണ് എന്ന് അവൾ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള എംബസി പ്ലേ ചെയ്യാനായി 2 ഡിഫറന്റ് ടീമുണ്ട്. രണ്ടാമത്തെ ടീമാണ് ഇന്ന് കളിച്ചത്. അതുകൊണ്ടാണ് മുമ്പ് കണ്ട ആളെ കാണാൻ പറ്റാതിരുന്നത് എന്ന് അയാൾ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടീമിന്റെ ഷെഡ്യൂൾ ഉള്ളത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ എന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഷെഡ്യൂൾ അറിയാൻ കഴിഞ്ഞാലും അതിൽ ജനറൽ ഷിന്നിന്റെ റോൾ ചെയ്യുന്ന ആൾ എല്ലാ ദിവസവും അത് ചെയ്യാറില്ല. അയാൾക്ക് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അയാൾ വരാറുള്ളത്. അതുകൊണ്ട് അയാളുടെ ഷെഡ്യൂളിനെ പറ്റി അറിയാൻ സാധിക്കില്ല. മാത്രമല്ല അത് പുറത്തുവിടാനുള്ള പെർമിഷൻ ഞങ്ങൾക്കില്ല എന്നും കൂടി അയാൾ പറയിക്കുന്നു. അങ്ങനെ അത് കേട്ട് അവൾ നിരാശപ്പെട്ട് പുറത്തേക്ക് നടക്കുന്ന സമയത്ത് ജനറൽ ഷിന്നിന്റെ പടം വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന കമന്റ്സ് ഒക്കെ അവിടെ ഉണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്യുന്നു. പക്ഷേ കമന്റ്സ് ഒക്കെ മാറിയിരിക്കുന്നത് അവൾ അറിയുന്നുണ്ട്. ഇഷ്ടം പോലെ കമന്റ്സ് വരുന്നതിനാൽ അതെല്ലാം കൂടി അവൾ ഒട്ടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അത് ചേഞ്ച് ആക്കിയേ പറ്റുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അന്ന് വീട്ടിലെത്തിയ ശേഷം അവൾ നെറ്റിൽ കയറി അന്നത്തെ ആ ജനറലിലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് ശരിക്കും തിരയുന്നുണ്ട്. അപ്പോഴാണ് അവൻ ശരിക്കും ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള ആളാണ്. അവനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല. അവിടുത്തെ പ്ലേയേഴ്സിന്റെ ലിസ്റ്റിൽ ഒന്നും അവന്റെ ഡീറ്റെയിൽസ് ഇല്ല എന്നൊക്കെ അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഹീറോയുടെ ശരിക്കുള്ള പേര് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഷാവോ ഷിയോ എന്നാണ് അവന്റെ ശരിക്കുള്ള പേര്. ഈ ഗെയിം സെന്ററിന്റെ ഓണർ ഗോം അവന്റെ ഫ്രണ്ടാണ്. ഗോങ് അവനെ മീറ്റ് ചെയ്യാനായി പോകുന്ന സമയത്താണ് ആ സെന്ററിലെ ജോലിക്കാരൻ വിളിച്ചിട്ട് ഇങ്ങനെ ജനറൽ ഷിന്നിന്റെ റോൾ ചെയ്യുന്ന ആളിനെ അന്വേഷിച്ച് മുമ്പ് കളിച്ചിരുന്ന ഒരു പ്ലെയർ വന്നിരുന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഷിയുമായി മീറ്റ് ചെയ്ത സമയത്ത് അവനോടും ഗോം ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവന് പേഴ്സണൽ ഇൻഫർമേഷൻ ലീക്കാക്കില്ല എന്ന് ഗോ ഉറപ്പു കൊടുക്കുന്നു. ഷീവ് താമസിക്കാനായി പുതിയൊരു അപ്പാർട്ട്മെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ജനറൽ ഷിന്നിനെ നേരിട്ട് കണ്ട് താൻ തോൽപ്പിച്ച വിവരം സന്തോഷത്തോടെ പറയാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷൂഷുവിന് ഉറക്കം പോലും കിട്ടുന്നില്ല. ഉറക്കത്തിൽ പോലും അവൾ ഈ ഗെയിമിനെ പറ്റി പിച്ചുമ്പയും പറയുവാണ്. ആ ഒരു കണ്ടീഷനിലാണ് അവളിപ്പോൾ ഉള്ളത്. അടുത്ത ദിവസം ഷിയു ഒരു റൂം കാണാനായി ഷൂഷുവിന്റെ വീടിന്റെ അടുത്തുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റിൽ ചെല്ലുന്നുണ്ട്. വാടകക്കാരനെ നേരിട്ട് കണ്ടാൽ മാത്രമേ അവർ റൂം നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് അവനെ തന്നെ നേരിട്ട് വരേണ്ടി വന്നത്. ഈ സമയത്ത് ഷൂഷു അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ എക്സിന്റെ അമ്മ അവളെ കാണാനായി ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ പേരൻസും അവളെ കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്നു. ഷൂഷു അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 2 കൂട്ടരും അവളുടെ റൂമിന് മുന്നിൽ വെച്ച് മീറ്റ് ചെയ്യുവാണ്. വിവാഹം മുടങ്ങിയത് കൊണ്ട് തന്നെ അവർ തമ്മിൽ ഓരോന്നിങ്ങനെ പറഞ്ഞ് വഴക്കാകുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു റൂമിലുണ്ടായിരുന്ന ഷിയു ഈ വഴക്ക് കേൾക്കാൻ ഇടയാകുന്നുണ്ട്. അവൻ വലിയ ബഹളമൊന്നുമില്ലാത്ത ശാന്തമായ ഒരു സ്ഥലം അന്വേഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് ഇങ്ങനെ വലിയൊരു ബഹളം അവിടെ നടക്കുന്നത്. പക്ഷെ സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാറുള്ളതല്ല. അവിടുത്തെ പെൺകുട്ടിയുടെ വിവാഹം എൻഗേജ്മെന്റ് ദിവസം മുടങ്ങിപ്പോയി എന്നൊക്കെ അവനോട് കാണാമെന്ന അപ്പാർട്ട്മെന്റിന്റെ ഉടമ അവരോട് പറയുന്നുണ്ട്. പക്ഷെ അത് അവൻ അന്വേഷിക്കുന്ന പെണ്ണാണെന്നോ അവൾ അവിടെയാണ് താമസിക്കുന്നോ ഒന്നും അവൻ ഇപ്പോൾ അറിയുന്നില്ല. ഈ പേരൻസ് തമ്മിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷൂഷു അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇവരുടെ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമായി മീറ്റ് ചെയ്ത സമയത്തൊക്കെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഗിഫ്റ്റ് ഒക്കെ തിരികെ വാങ്ങുന്നതിനും വിവാഹത്തിന് ചെലവായ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനും ഒക്കെയാണ് അവളുടെ എക്സിന്റെ അമ്മ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് കുഴപ്പം കൊണ്ടാണല്ലോ വിവാഹം മുടങ്ങിയത്, അതുകൊണ്ട് തന്നെ ചെലവ് ഞങ്ങൾക്കാണ് തരേണ്ടത്. മാത്രമല്ല അവർ നൽകിയതിനേക്കാൾ വില കൂടിയ ഗിഫ്റ്റ് തങ്ങൾ അങ്ങോട്ട് തന്നിരുന്നു. അത് തിരികെ തരുന്നതിനെ പറ്റിയൊന്നും അവർ പറയാത്തത് എന്താണെന്ന് ചോദിച്ചാണ് ഷൂഷുവിന്റെ അച്ഛൻ അവരോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്ന് കയറിയത്. തന്റെ അച്ഛനമ്മമാരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അകത്തേക്ക് അയച്ച ശേഷം അവൾ ഷിറാന്റെ അമ്മയുമായി സംസാരിക്കുന്നു. ഇതുവരെ അവർ നൽകിയ പണം തിരികെ നൽകണമെന്നായിരുന്നല്ലോ അവർ ആവശ്യപ്പെട്ടിരിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഷൂഷു ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവർക്ക് മിണ്ടാതെ വായും പൂട്ടി അവിടെ നിന്ന് പോകേണ്ടി വരുന്നുണ്ട്. അവരുടെ കൂടെ ഷൂഷുവും കുറച്ച് താഴേക്കിറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് ഷിയു ആ അപ്പാർട്ട്മെന്റ് കണ്ടു കഴിഞ്ഞിട്ട് തിരികെ പോകാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ താഴെ നിൽക്കുന്ന അവനെ അവൾ കാണുന്നു. പക്ഷെ അവന്റെ ബാക്ക് വശമാണ് അവൾ കണ്ടത്. അപ്പോഴേക്കും അവളുടെ പേരൻസ് വിളിക്കുന്നതിനാൽ അവൾ തിരികെ പോകേണ്ടി വരുന്നു. അങ്ങനെ അവൾ തിരികെ പോകുന്നു. അവൾ ഇങ്ങനെ തിരികെ പോകുന്ന ശബ്ദം കേട്ട് ഷിയോ അങ്ങോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കാൽ മാത്രമേ അവനും കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇവർ തമ്മിൽ ഇന്ന് മീറ്റ് ചെയ്യുന്നില്ല. ഷൂഷുവിന്റെ അമ്മ അവർക്കുള്ള ഫുഡൊക്കെ പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവളുടെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അവൾ എന്തായാലും മറ്റേ ആ ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ആയത് അവർക്ക് കുറച്ച് ആശ്വാസം നൽകുന്നുണ്ട്.
താൻ ജോലി റിസൈൻ ചെയ്ത കാര്യം അവൾ അവരോട് സൂചിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അച്ഛന്റെ കാലിന്റെ വേദനയെ പറ്റി എന്തോ പറയുന്നതിന് തൽക്കാലം അവൾ ആ വിഷയം അവതരിപ്പിക്കുന്നില്ല. അച്ഛന്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ് അവൾ ഇപ്പോൾ ജോലി റിസൈൻ ചെയ്ത കാര്യം പറയാതിരുന്നത്. അവർ തിരികെ പോയ ശേഷം അവരിങ്ങനെ പെട്ടെന്ന് വിസിറ്റ് ചെയ്ത കാര്യവും ജോലി റിസൈൻ ചെയ്ത കാര്യം അവരോട് പറയാതിരുന്നതും ഒക്കെ അവൾ സാവോനെ വിളിച്ചു പറയുന്നുണ്ട്. അവൾ അവിടെയുള്ള ഒരു റിവറിന്റെ തീരത്തൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു ഭാഗത്തെ ഹീറോ ആയ ഷിയു എത്തുന്നുണ്ട്. ഇപ്പോൾ അവർ തമ്മിൽ മീറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇപ്പോഴും അവർ തമ്മിൽ കാണുന്നില്ല കേട്ടോ. അവൻ അതുവഴി പാസ് ചെയ്തു പോകുന്നത് ദൂരെ നിന്ന് അവൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവന്റെ മുഖം അവൾ വ്യക്തമായിട്ട് കാണുന്നില്ല. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണേ. അപ്പോൾ നാളെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരാം. ബൈ.